ഹലോ ഫ്രണ്ട്സ്, തനി നാടൻ ബീഫ് റോസ്റ്റാണ് ഞാൻ റെഡിയാക്കണേ. അതിനുവേണ്ടി ഞാനൊരു 3/4 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരിയാണ് ഞാൻ ഇട്ടേക്കണത്, ഒത്തിരി എരിവ് ഇഷ്ടമല്ല. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു പീസ് ഇഞ്ചി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു സവോള അരിഞ്ഞത്, ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരു 1.5 ടീസ്പൂൺ വിനാഗിരി, ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. കുക്കർ വെച്ച് അതിലൊരു 6 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്. ഒട്ടും വെള്ളം വെച്ചില്ല എങ്കിലും ചാറ് ആവശ്യത്തിനുള്ള ചാറുണ്ട്. നമുക്ക് റോസ്റ്റാക്കി എടുക്കാനാണല്ലോ. ഈ സമയത്ത് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും മാത്രം ഇട്ട് ക്രഷ് ചെയ്തെടുത്ത് വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. ബീഫ്, മീൻ ഇതിനൊക്കെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. അതിലേക്ക് കുറച്ച് മുഴുവൻ മസാലകൾ ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ബീഫ് അതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് റെഡിയാക്കാം. തീ കുറച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നല്ലോണം വെന്തതാണ്, എന്നാലും നമുക്ക് ചെറിയ തീയിൽ വേവിക്കാം. തുറന്ന് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ചേക്കുക. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം.